അർജുന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. കണ്ണാടിക്കലിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. റിപ്പോർട്ടർ ടിവിക്കായി ഡോക്ടർ അരുൺകുമാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗംഗാവലിപ്പുഴ തിരിച്ചു തന്ന അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണാടിക്കൽ അമരാവതിയിലേക്കുള്ള വഴികളെല്ലാം രാവിലെ തന്നെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കുടുംബബന്ധമോ മുൻ പരിചയമോ ഒന്നും ആയിരുന്നില്ല ജനസാഗരത്തെ കണ്ണാടിക്കലിലേക്ക് എത്തിച്ചത്. മനുഷ്യത്വമെന്ന ഒറ്റ വികാരമായിരുന്നു. ബന്ധുവൊന്നല്ലൊന്ന് കാണണം ഇതിയായ ആഗ്രഹം. അതിന്റെ പേരിൽ വന്ന വയ്യാതെ കിടക്കാൻ നട്ടിലിന് വയ്യാത്തുള്ളൂ. ഒന്ന് കാണണം, അങ്ങനെ പോന്നു. ഒന്ന് കാണണം തോന്നി. ഇവര് കാത്തിരിക്കുമ്പോൾ ഞങ്ങളും കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണാൻ പറ്റും. മന്ത്രി KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ധീരതയോടെ ഈ 74 ദിവസം അവർ പിടിച്ചു നിന്നു. അർജുൻ്റെ വൈഫും സിസ്റ്ററും എല്ലാം അതിനൊരു പ്രായോഗികതയോടെ അതിനുവേണ്ടി പോരാടിയതിൽ വളരെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി വലിയൊരു പോരാട്ടം നടത്തി. ഒരു സാധാരണ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു പോരാട്ടം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മാധ്യമരംഗത്തും ജനങ്ങളുടെ ഭാഗത്തും ഇത്രയും വലിയൊരു പ്രാർത്ഥനയും ഒരു മുൻകൈയും ഉണ്ടായത് ആദ്യമായിട്ടായിരുന്നു. നിറ കണ്ണുകളോടെ ലോറി ഉടമ മനാഫും കണ്ണാടിക്കലിലെ വീട്ടിലെത്തി. റിപ്പോർട്ടർ ടിവിക്കായി ഡോക്ടർ അരുൺകുമാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിലയ്ക്കാത്ത ജനപ്രവാഹം മൂലം വിചാരിച്ചതിലും വൈകിയാണ് പൊതുദർശനം അവസാനിച്ചത്. പ്രിയപ്പെട്ടവൻ അർജുൻ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും. ശരത് എസ്, റിപ്പോർട്ടർ, കോഴിക്കോട്.